ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നല്ലൊരു അടിപൊളി ബീഫിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് ബീഫ് വെച്ച് സിമ്പിളായിട്ട് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഒരു ഡിഷാണിത്. നമുക്ക് ഹോട്ടലിലൊക്കെ കിട്ടുന്നത് പോലെ വീട്ടിൽ റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം കുറച്ച് ബീഫ് എടുക്കണം. അപ്പോൾ ഞാനിവിടെ 1/2 കിലോയിലും കുറച്ച് മേലെ വരുന്ന രീതിയിൽ ബീഫ് എടുത്തിട്ടുണ്ട്. അത് കട്ട് ചെയ്യാതെ ഇതുപോലെ അത്യാവശ്യം വലിയ പീസായിട്ട് തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ വേവിച്ചതിന് ശേഷം നമുക്കിതൊന്ന് നീളത്തിൽ കട്ട് ചെയ്തെടുക്കേണ്ടതാണ്. അപ്പോൾ നീളത്തിൽ കട്ട് ചെയ്തിട്ട് വേവിച്ചെടുക്കുമ്പോൾ അത് പൊടിഞ്ഞു പോകും. അതുകൊണ്ട് തന്നെ വലിയ പീസായിട്ട് തന്നെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ കുക്കറിലിട്ടിട്ടാണ് വേവിക്കുന്നത്. അപ്പോൾ അതിലോട്ടൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും, 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ട് കൈവച്ച് മിക്സാക്കി കൊടുക്കാം. കൈവച്ച് നന്നായിട്ട് ബീഫിൻ്റെ എല്ലാ ഭാഗത്തും മസാലയൊക്കെ എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം പിന്നെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ വേവിക്കാനായിട്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളം മാത്രമേ ചേർക്കുന്നുള്ളൂ. അധികം വെള്ളം ചേർക്കണമെന്നില്ല. ബീഫിൻ്റെ വെള്ളമൊക്കെ അത് കുക്കാവുന്ന സമയത്ത് ഇറങ്ങി വരുമല്ലോ. അപ്പോൾ നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു 5-6 വിസിൽ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ബീഫ് ഒരുപാട് വെന്ത് ഉടഞ്ഞു പോകുന്ന രീതിയിൽ വേവിച്ചെടുക്കരുത്. ഒരു 90% കുക്കാകുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കിതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്കിതിൻ്റെ നീളത്തിലാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ മുഴുവൻ പീസും ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഈ ഒരു രീതിക്ക് നമ്മൾ എടുത്തിട്ടുള്ള ബീഫ് മുഴുവനായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. അതവിടെ മാറ്റി വെച്ച ശേഷം അത് ഒന്നുകൂടെ ഒന്ന് മസാലയെല്ലാം ഒന്ന് കോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു ബൗളിലോട്ട് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു ടീസ്പൂൺ വലിയ ജീരകം, അത് പെരുംജീരകം പൊടിച്ചത്, പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ 1 ടീസ്പൂൺ ചില്ലി ഫ്ലെക്സ്, പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, പിന്നെ ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ എരിവിനായിട്ട് ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ 1-2 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കാനായിട്ട് നമ്മൾ ബീഫ് വേവിച്ചെടുത്തിട്ടുള്ള ബീഫ് സ്റ്റോക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. 2-3 ടേബിൾ സ്പൂൺ ആദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് 2 ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയെടുത്ത ശേഷം പിന്നെ വേണമെങ്കിൽ കുറച്ചുകൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയെടുക്കാം. ഓവർ ലൂസായി പോകരുത്. അങ്ങനെ മിക്സ് ആക്കി എടുത്തിട്ടുള്ള ഈ ഒരു മസാലയിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബീഫ് ചേർത്ത് കൊടുക്കാം. ബീഫ് മുഴുവനായിട്ടും ഒരുമിച്ച് തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കൈ വെച്ച് നമുക്കിതൊന്ന് മിക്സ് ആക്കി എടുക്കണം. മിക്സ് ആക്കുന്ന സമയത്ത് മെല്ലെ മെല്ലെ മിക്സ് ആക്കി എടുക്കണം. നമ്മൾ ഒരുമിച്ച് ഇട്ടിട്ട് പെട്ടെന്ന് ഫുള്ളായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുന്ന സമയത്ത് ഇത് നമ്മൾ വേവിച്ച ബീഫാണല്ലോ, അപ്പോൾ നല്ലോണം അമർത്തുന്ന സമയത്ത് അത് പൊടിഞ്ഞു പോവാതെ നോക്കുക. അപ്പോൾ മെല്ലെ മെല്ലെ മുഴുവനായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബീഫിൻ്റെ എല്ലാ ഭാഗത്തും മസാല എത്തുന്ന രീതിക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് റെസ്റ്റ് ചെയ്തെടുത്ത ശേഷം നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. 1 മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂറെങ്കിലും വെക്കണം. എന്നിട്ട് ചൂടായ ഓയിലിലോട്ട് ഇട്ടിട്ട് നമുക്കിത് ഫ്രൈ ആക്കി എടുക്കുകയാണ് വേണ്ടത്. ഇത് ഓയിലിലോട്ട് ഇടുന്ന സമയത്ത് ഓരോന്നോരോന്നായിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഇട്ട് കൊടുക്കുക. ഒരുമിച്ച് 2-3 ഒരുമിച്ച് ഇടുമ്പോൾ നമ്മൾ കോൺഫ്ലോറൊക്കെ ഇട്ടത് കൊണ്ട് തന്നെ അത് ഒട്ടിപ്പിടിക്കും. നമുക്കിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കിട്ടാൻ ഓരോന്നോരോന്നായിട്ട് വിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് അതിലോട്ട് 2-3 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ആ ഒരു സ്മെല്ലും ടേസ്റ്റൊക്കെ വരുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഈ ബീഫ് കുക്ക് ആയതുകൊണ്ട് തന്നെ നമ്മളിത് ഒരുപാട് നേരം ഓയിലിട്ട് കുക്ക് ചെയ്യണമെന്നില്ല. ജസ്റ്റ് ഒന്ന് അതിൻ്റെ എല്ലാ വശവും ഒന്ന് മുരിഞ്ഞ് വരുന്നത് വരെ കുക്ക് ചെയ്തെടുത്താൽ മതി. ഒരു മീഡിയം ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്കിത് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം. അപ്പം അങ്ങനെ ആദ്യത്തേത് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ തന്നെ ഓരോന്നോരോന്നായിട്ട് വിട്ട് ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഒരുമിച്ചായാലും കുഴപ്പമില്ല, ഇതുപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. അപ്പം നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ ബീഫ് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ പെരുന്നാളൊക്കെ കഴിഞ്ഞതുകൊണ്ട് തന്നെ എല്ലാവരുടെ അടുത്തും ബീഫൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ആദ്യമായിട്ട് കാണുന്നവരും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം.